ആലപ്പുഴ ഹരിപ്പാട് കഴുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം ബന്ധുവായ 13 വയസ്സുകാരിയുടെ കൊട്ടേഷൻ. പെൺകുട്ടിയെയും കൊലപാതകം നടത്തിയ പ്രായപൂർത്തിയാകാത്ത 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിലെ സ്വർണം മോഷ്ടിക്കാനുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതക ദൃശ്യം പ്രതികൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഐഫോണും സുഹൃത്തുക്കൾക്ക് ആഡംബര ബൈക്കും വാങ്ങാനായിരുന്നു കൊട്ടേഷൻ. ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ആളുടെ 65 വയസ്സ് പ്രായമുള്ള ആളുടെ ഇരു കൈകളും ഇരു കാലുകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിനകത്ത് മുറികളിൽ മുഴുവൻ മുളകുപൊടി വിതറിയിരിക്കുന്നു. കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് കുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കൊല്ലത്ത് പരവൂരിലുള്ള 2-3 കുട്ടികളുടെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കൃത്യമായ പങ്കാളികളാണ് എന്നുള്ളത് പോലീസിന് വൈകുന്നേരത്തോടുകൂടി മനസ്സിലാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും തെരച്ചിലുമാണ് ഈ കുട്ടികളെ 3 കുട്ടികളെ കൊല്ലത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള 13 വയസ്സുകാരി കുട്ടിയും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അവരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ഇവിടെയുള്ള പരിസരവാസികൾക്ക് പോലും ഇങ്ങനെ ഒരു കുടുംബം അവിടെ താമസിക്കുന്നല്ല, ഇതിനകത്ത് ആരാ താമസിക്കുന്നത് എന്തൊക്കെയാണെന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതിനകത്തുള്ള ഒരു മകളായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വെള്ളപ്പൊക്കത്തിന് വെള്ളം ഒഴുകാതെ വന്നപ്പോഴാണ് കതവ് തുറന്ന് ഞാൻ കാര്യം പറഞ്ഞ് പൈപ്പ് ഞങ്ങൾ ഇടാം എന്ന് പറഞ്ഞ് കതവ് അടച്ചല്ല പിന്നീടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പരിസരവാസികൾക്കും അറിയത്തില്ല. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഇത് ആദ്യമായിട്ട് ഈ കതവ് തല്ലിപ്പൊടിച്ച് ജോഷിലാൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് പോലും ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. ഈ അച്ഛൻ ഇങ്ങനെ മദ്യപിക്കാൻ പോകുന്നുണ്ടെന്നെങ്കിൽ സൈക്കിളിൽ പോകുന്നുണ്ടെന്ന് അതും സൈക്കിൾ ഉരുട്ടിയാണ് പോകുന്നത്. ഇവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ആർക്കും ഇതൊക്കെ പരിസരവാസികൾ ആർക്കും അതിനെക്കുറിച്ച് പ്രത്യേക അറിവില്ല. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മൈപാലും കൊല്ലത്ത് നിന്ന് AV ജയശങ്കറും ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം മനീഷിലേക്ക് പോവുകയാണ്. മനീഷ്, വിശ്വസിക്കാനാവാത്ത ഞെട്ടിക്കുന്ന ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. അതും 13 വയസ്സ് മാത്രം പ്രായപൂർത്തിയാകാത്തവരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളവർ എന്നുള്ളത്. ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയാണ് ഇതിന് കൊട്ടേഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഈ കൊട്ടേഷന് പിന്നിൽ കാരണം? എന്താണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, നിലവിൽ CWC ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിൽ ഹരിപ്പാട് പോലീസ് ഈ കുട്ടികളെ ചോദ്യം ചെയ്ത് വരികയാണ്. അടുത്ത മണിക്കൂറുകളിൽ ഈ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കി, കുട്ടികളുടെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് മായിത്തറയിലുള്ള ജുവനൈൽ ഒബ്സർവേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. അതിനുള്ളിൽ തന്നെ പരമാവധി വിവരങ്ങൾ ഈ കുട്ടികളിൽ നിന്ന് ശേഖരിക്കുക, തെളിവുകൾ സമാഹരിക്കുന്നതാണ് പോലീസിന്റെ ദൗത്യം. ഇതിൽ നിലവിൽ പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് പെൺകുട്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് വർഷങ്ങളായി അറിയാവുന്ന സുഹൃത്തുക്കളാണ്. നേരത്തെ ഈ പെൺകുട്ടി 3 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലല്ലായിരുന്നു, കൊല്ലത്തായിരുന്നു താമസം. 3 വർഷങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയിൽ താമസം തുടങ്ങുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള ഈ കൊല്ലപ്പെട്ട ആളോട് ചില വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് കൊടുത്ത മൊഴി. പക്ഷേ പോലീസ് വിശ്വസിച്ചിട്ടില്ല. പെൺകുട്ടി എന്താണ് തന്റെ ബന്ധു കൂടിയായ കൊല്ലപ്പെട്ട ആളെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്ന് പെൺകുട്ടി സ്വർണം അപഹരിക്കുന്നതിനെ കൂടാതെ ചില വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, ചില വൈര്യം, ചില വിരോധം ഇയാളോട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ വിരോധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ വിശ്വസനീയമല്ല എന്നാണ് പോലീസിന് നിലവിൽ മനസ്സിലാക്കുന്നത്. പിന്നെ മോഷണം മാത്രമാണ് ലക്ഷ്യം. ഒപ്പം തന്നെ ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന വലിയ സംശയം പോലീസിനുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധു കൂടിയായ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതും വീട്ടിൽ ആളില്ലാത്ത സമയത്താണ്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു. അവർ 2 ആഴ്ച മുമ്പ് മാത്രമാണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന അടുത്ത ബന്ധുക്കൾ മാത്രമുണ്ടായിരുന്നു. അവരുടെ സംരക്ഷണയിൽ വളർന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യമില്ല. മറ്റു സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും രാത്രികാലങ്ങളിലടക്കം പുറത്തു പോകാറുണ്ട് എന്ന് സമീപവാസികളടക്കം പറയുന്നുണ്ട്. അത് ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഈ ആൺകുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തി സ്വർണമുള്ള അലമാര അടക്കം കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ താക്കോലടക്കമുള്ള സ്ഥലങ്ങൾ, ഒപ്പം തന്നെ അടുക്കള വാതിൽ എങ്ങനെ തുറന്നകത്ത് കയറാം എന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ ഞായറാഴ്ച രാത്രി വീട്ടിലെത്തിയ 3 17 വയസ്സുകാരായ കൗമാരക്കാർ വീട്ടിലെത്തുന്നു. അവർ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ട്രെയിനിലെത്തി ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാൽനടയായി ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നാണ് അവർ എത്തുന്നത്. പല സ്ഥലങ്ങളിൽ CCTVയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തിയ ശേഷമാണ് മോഷണം നടത്തുന്നത്. അതിനിടയിൽ ഉണർന്നുകൊണ്ട് ഈ വീട്ടുകാരനായിട്ടുള്ള ശിവൻകുട്ടി അവിടേക്ക് എത്തുന്നു. ശിവൻകുട്ടിയെ അപ്പോൾ തന്നെ ബെഡ്ഷീറ്റ് കൊണ്ടാണ് കൈയും കാലും ബന്ധിപ്പിച്ച് ജനലിൽ കെട്ടിയിട്ട ശേഷം വിവസ്ത്രനാക്കി ഒരുപാട് മർദ്ദിച്ചു. അതായത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്നത് ശരീരമാസകലം ഒരുപാട് മുറിവുകളും ചതവുകളുമുണ്ട്. തലയ്ക്ക് 2 തവണ വലിയ രീതിയിൽ ആഘാതമേൽക്കുന്ന രീതിയിൽ മർദ്ദനം, അല്ലെങ്കിൽ ആ രീതിയിൽ കനമുള്ള ഏതോ വസ്തു കൊണ്ട് അടിച്ചിട്ടുണ്ട്.
മരണകാരണം തലക്കേറ്റ ക്ഷതമാണ് എന്നാണ് പ്രാഥമികമായി പറയുന്നത്. അങ്ങനെ തലക്കടക്കം മർദ്ദനമേൽക്കുന്നു. അതിനുശേഷമാണ് തെളിവ് നശിപ്പിക്കാൻ അവിടെ ആകെ മുളകുപൊടി വിതറുന്നത്. ഇവിടെ ഒരു പ്രൊഫഷണൽ കുറ്റവാളികളെ പോലെ ഈ 17 വയസ്സുകാർ മാറുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കാരണം കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ അടക്കം മുളകുപൊടി അവിടെ വിതറുന്നു, കയ്യിൽ ഗ്ലൗസ് ധരിക്കുന്നു, അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് ട്രെയിനിൽ തന്നെ മടങ്ങുന്നു. സ്വർണം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അയാൾക്ക് പക്ഷേ ഈ കൊലപാതകത്തെ സംബന്ധിച്ചോ മോഷണത്തെ സംബന്ധിച്ചോ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾക്ക് വ്യക്തത വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളുടെ ഈ മോഷണത്തിലും കൊലപാതകത്തിലും മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ, മറ്റാരുടെയെങ്കിലും നിർദ്ദേശമോ ഉപദേശമോ, അതായത് ഇത് പ്ലാൻ ചെയ്യാനോ ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് എത്താനോ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. പെൺകുട്ടിയുടെ വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് ആരൊക്കെ അടുത്ത ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്, പെൺകുട്ടിയുമായി ആരൊക്കെ ഫോണിലടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീഡിയോ കോളിൽ ഈ അടുത്ത ബന്ധുവിനെ കൊലപ്പെടുത്തുന്നത് ഈ കുട്ടിക്ക് കാണാൻ കൗതുകം തോന്നിയത്? അത്രത്തോളം വൈര്യം ഈ ബന്ധുവിനോട് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മനീഷ് മൈപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.